വളരെയധികം ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് തൃശൂരിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ആദർശവും വിപ്ലവവും പ്രസംഗിക്കുന്ന ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് അധികാരം നിലനിർത്താൻ കുതിരക്കച്ചവടത്തിന്റെ കരിഞ്ചതയിൽ വില പേശുന്നതെന്ന് അറിയാമോ? അതാണിപ്പോൾ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ സംഭവങ്ങൾ തെളിയിക്കുന്നത്. 15 വർഷത്തെ ഭരണ തുടർച്ച ഉറപ്പാക്കാൻ ഒരു ലീഗ് സ്വതന്ത്ര അംഗത്തെ പണം കൊടുത്തു വാങ്ങിയെന്ന ആരോപണം വെറുമൊരു വാക്കൊന്നുമല്ല, മറിച്ച് കൃത്യമായ ശബ്ദരേഖകളിലൂടെ കേരളത്തെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. 50 ലക്ഷത്തിന്റെ ഡീലാണ് നടന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിലെ കറുത്ത ഏടുകൾ രചിക്കപ്പെട്ടിരിക്കുന്നത്. തളി ഡിവിഷനിൽ നിന്ന് ലീഗ് സ്വതന്ത്രനായി വിജയിച്ച EU ജാഫറിനെ 50 ലക്ഷം രൂപയും പ്രസിഡന്റ് സ്ഥാനവും വാഗ്ദാനം ചെയ്ത CPM വിലക്കെടുത്തതായാണ് പുറത്തുവന്ന ശബ്ദരേഖ വ്യക്തമാക്കുന്നത്. ലൈഫ് സെറ്റിലാക്കാനുള്ള ഓപ്ഷൻ വരുമ്പോൾ അത് ഉപയോഗിക്കണമെന്ന് ജാഫർ തന്നെ പറയുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ ജനാധിപത്യം വെറുമൊരു കച്ചവടച്ചരക്കായി മാറിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് A മുസ്തഫയുമായി നടത്തിയ സംഭാഷണത്തിൽ ജാഫർ പറയുന്നത് ഇങ്ങനെയാണ്: ഒന്നുകിൽ പ്രസിഡന്റ് പദവി, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ. 50 ലക്ഷം കിട്ടിയാൽ പിന്നെ രാഷ്ട്രീയം നിർത്തി സേഫ് ആയിരിക്കാം. നറുക്കെടുപ്പിലൂടെ കിട്ടുന്നത് ഭാഗ്യമാണ്. പക്ഷേ ഇത് ഉറപ്പുള്ള കാര്യമാണ്. ഈ പച്ചയായ തുറന്നു പറച്ചിൽ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയല്ലാതെ മറ്റെന്താണ്? 2010 മുതൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. കഴിഞ്ഞ തവണ 13-ൽ 11 സീറ്റും നേടിയിരുന്ന CPM-ന് ഇത്തവണ ജനങ്ങൾ കനത്ത തിരിച്ചടിയാണ് നൽകിയത്. LDF-ഉം UDF-ഉം 7 സീറ്റുകൾ വീതം നേടി തുല്യ നിലയിലായതോടെ ഭരണം കൈവിടുമെന്ന അവസ്ഥ വന്നു. ഭരണം കൈവിട്ടാൽ അഴിമതികൾ പുറത്തു വരുമെന്ന ഭയമാണോ CPM-നെ ഈ കുതിര കച്ചവടത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്? ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും അട്ടിമറിയിലൂടെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസയെ പ്രസിഡന്റാക്കാൻ കഴിഞ്ഞത് ജാഫറിന്റെ കൂറുമാറ്റത്തിലൂടെയാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF-ന് വോട്ട് ചെയ്യുകയും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്ത ജാഫർ അദ്ദേഹത്തിന്റെ കർത്തവ്യം അല്ലെങ്കിൽ ദൗത്യം വളരെ ഗംഭീരമായി തന്നെ നിർവഹിച്ചു. തൊട്ടു പിന്നാലെ രാജിവെച്ചു. ഈ ക്ലീൻ ഡീൽ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അശ്ലീലമായി മാറുകയാണ് ഇപ്പോൾ. കരുവന്നൂർ സഹകരണ ബാങ്കിലെ 300 കോടിയുടെ തട്ടിപ്പും ലൈഫ് മിഷനിലെ കോഴപ്പണവുമാണ് ഇത്തരം കുതിര കച്ചവടങ്ങൾക്കായി CPM ഉപയോഗിക്കുന്നതെന്ന കോൺഗ്രസിന്റെ ആരോപണം ഏറെ ഗൗരവമേറിയതാണ്. നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിവില്ലാത്ത പാർട്ടിക്ക് ഭരണം പിടിക്കാൻ മാത്രം എവിടെ നിന്നാണ് കോടികൾ വരുന്നത്? പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ വില രാഷ്ട്രീയ മൂല്യച്യുതിക്ക് വേണ്ടി CPM ഉപയോഗിക്കുന്നുവെന്നത് മറുപടിയില്ലാത്ത ചോദ്യമായി ഇന്നും അവശേഷിക്കുന്നു. മറ്റത്തൂരിൽ കോൺഗ്രസ് അംഗങ്ങൾ വിമതയെ പിന്തുണച്ചപ്പോൾ അവരെ ചതിയന്മാർ എന്ന് വിളിച്ച് മുറവിളി കൂട്ടിയ CPM-ആണ് വടക്കാഞ്ചേരിയിൽ പച്ചയായ കൂറുമാറ്റത്തിന് പണം വാഗ്ദാനം ചെയ്തത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഏത് വർഗീയവാദിയെയും കൂട്ടുപിടിക്കാനും ആരെയും വിലയ്ക്ക് വാങ്ങാനും മടിക്കാത്ത CPM-ന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെയും പൂർണ്ണമായി കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ സംഭവം വിവാദമായതോടെ താൻ തമാശ രൂപേണ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ജാഫർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശബ്ദരേഖയിലെ വ്യക്തത ആ വാദത്തെ തള്ളിക്കളയുന്നതാണ്. മുൻ MLA അനിൽ അക്കരെ നൽകിയ പരാതിയെ തുടർന്ന് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ജനങ്ങൾ. അധികാരമോഹം തലയ്ക്ക് പിടിച്ച ഒരു പാർട്ടി ജനാധിപത്യത്തെ വെറും കമ്പോളമാക്കി മാറ്റുമ്പോൾ തോൽക്കുന്നത് സാധാരണക്കാരായ വോട്ടർമാരാണ്. വടക്കാഞ്ചേരിയിലെ ഈ കറുത്ത അധ്യായം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ LDF-ന് വലിയ തിരിച്ചടിയാകും നൽകുക. തമാശയായി പറഞ്ഞതാണ് 50 ലക്ഷത്തിന്റെ കാര്യമെന്ന് പറഞ്ഞത് ഈ കുറ്റകൃത്യത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പണം കൊണ്ട് ഭരണം പിടിക്കുന്നു എന്ന രീതി തുടർന്നാൽ ബാലറ്റ് പേപ്പറിന് എന്ത് വിലയാണ് ഈ നാട്ടിലുണ്ടാവുക? ജനങ്ങൾ ഇതിന് മറുപടി നൽകുക തന്നെ ചെയ്യും.